നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ ഒരു യാത്രയിലൊന്നുമല്ല, ഞാനിപ്പോൾ എൻ്റെ വീട്ടിൽ തന്നെയാണ് നിൽക്കുന്നത്. ഒരു സംഭവമുണ്ട്. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ പറയുമ്പോൾ കുറച്ച് പൂന്തോട്ടം സെറ്റപ്പൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമുക്കൊരു തേക്കിൻ്റെ ഒരു വേര് കിട്ടിയിരുന്നു. കുറച്ച് കത്തിയ വേരാണ്. അപ്പോൾ ആ വേരിൽ നമ്മൾ ഇങ്ങനെ പ്ലാന്റ് ചെടികൾ ഹാങ് ചെയ്ത് വെക്കുന്ന ഒരു സെറ്റപ്പ് ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. ഞാനല്ല, എൻ്റെ അച്ഛനാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കതിൻ്റെ വീഡിയോസ് കാണാം, എങ്ങനെയാണ് ഇതാക്കി. ഇപ്പോൾ ഞങ്ങൾ വേരൊക്കെ കഴുകി അതിൻ്റെ മുകളിലത്തെ ആ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഉണക്കി ഒരു കല്ലിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട്. ബാക്കി നമുക്ക് വീഡിയോയിൽ കാണാം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ നമ്മുടെ തേക്ക്. നന്നായി ഉണക്കിയിട്ട് അത് ഞാൻ പറഞ്ഞ പോലെ തൊലിയെല്ലാം കളഞ്ഞ് നമ്മൾ താബൂക്ക് കല്ലിൻ്റെ മുകളിൽ വെച്ചിരുന്ന സാക്ഷാത തേക്ക് ഇതാണ് കേട്ടോ. വേരൊക്കെ ഞങ്ങൾ അതിനുള്ളിൽ മണ്ണൊക്കെ ഓസ് കൊണ്ട് അടിച്ചിട്ട് മൊത്തം മണ്ണൊക്കെ തെറിപ്പിച്ച് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നുണ്ട്. ഡ്രില്ലിംഗ് മെഷീൻ ഇവിടെ ഇരിക്കുന്നുണ്ട്, പിന്നെ കമ്പി ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ കമ്പി നമ്മൾ എങ്ങനെയാണ് ചെയ്യാൻ പോകുകയെന്നല്ലേ. അപ്പോൾ ഡ്രില്ലിംഗ് മെഷീൻ എടുത്തിട്ട് നമ്മൾ തേക്കിൻ്റെ എല്ലാ സൈഡിലും ഓരോരോ ഓട്ട തുളയ്ക്കും. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഈ കമ്പി ഇങ്ങനെ ഇറക്കി വെക്കണം. അതാണ് നമ്മുടെ പ്ലാൻ. പിന്നെ എല്ലാ സൈഡിലുമായിട്ട് നമ്മളിങ്ങനെ വെച്ചിട്ട് അതിന് നമുക്ക് ചട്ടി ഹാങ് ചെയ്യാൻ പറ്റും. അതാണ് നമ്മുടെ ലക്ഷ്യം കേട്ടോ. അപ്പോൾ അതാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. എവിടെ വരെ എത്തും എന്നൊന്നും അറിയില്ല. പിന്നെ പ്രതീക്ഷ ഉണ്ട്, കാരണം അച്ഛനാണിത് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു പ്രതീക്ഷ ഉണ്ട്. അപ്പോൾ ഇതേപോലെ നമ്മൾ ഹാങ് ഉണ്ട്, ഈ ചെടികളൊക്കെ ഹാങ് ചെയ്ത് വെച്ചിട്ടില്ലേ. അപ്പോൾ ഇതേപോലെ നമുക്ക് അതിൽ വെക്കാനാണ് നമ്മുടെ ഇതൊക്കെ നമ്മൾ വെൽഡ് ചെയ്തിട്ട് സ്വന്തമായിട്ട് ചെയ്ത കേട്ടോ. എന്നിട്ടാണ് മൂപ്പര് ചെയ്ത് വെച്ചത്. അപ്പോൾ നമുക്കിനി തേക്കിൻ്റെ ഇതിലേക്കാണ് എത്തേണ്ടത്. അപ്പോൾ അച്ഛൻ പണി തുടങ്ങിയിട്ടുണ്ട്. ഓരോരോ സൈഡിലാക്കിയിട്ട് ഡ്രില്ലിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. നമുക്കത് കാണാൻ ഒരു രസമാണ്. പക്ഷേ ചെയ്യുന്ന ആൾക്കാണ് അതിൻ്റെ ഒരു ഐഡിയ ഒക്കെ ഉള്ള കാരണമാണ് മൂപ്പർ ചെയ്യുന്നത്. എനിക്കിനെ പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു ഐഡിയ ഒന്നും വന്നില്ല. കാരണം നമ്മുടെ ഒരു തേക്ക് കിടക്കുമ്പോൾ എന്താ അവിടെ കടന്നോട്ടെ എന്നല്ല വിചാരിക്കുക. പക്ഷേ മൂപ്പർക്ക് അവിടെ ഐഡിയ എത്തി, ഇങ്ങനെയൊക്കെ ചെയ്താലോ അപ്പോൾ രസം ഉണ്ടാവില്ല എന്നൊരു ചിന്ത മൂപ്പർക്ക് വന്നു. പക്ഷെ നമുക്കല്ല, ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവും കേട്ടോ നല്ല അതേപോലത്തെ ഇത്. എനിക്കങ്ങനെ തോന്നില്ല കേട്ടോ. അപ്പോൾ അതാ ഓരോരോ സൈഡായിട്ട് കുഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. എല്ലാവരുടെയും തുളയിടണേ. അപ്പോൾ നമുക്ക് തുളയിടുന്ന സംഭവങ്ങളൊക്കെ ഒന്ന് കാണാം. അപ്പോൾ തോളയൊക്കെ ഇട്ടിട്ട് നമ്മൾ ഫസ്റ്റ് കമ്പി അങ്ങ് തൂക്കി വെച്ചിട്ടുണ്ട്. ഇത് ശരിക്കും ഇപ്പോൾ ഒരു ഡെമോ ആയിട്ടോ, കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അത് ഒരു പ്ലാസ്റ്റിക് ചട്ടിയാണ്. ഇതൊക്കെ നമുക്ക് പുറത്തുനിന്ന് നല്ല തുച്ഛം വിലയ്ക്ക് ഒരു ബൾക്കായിട്ട് മേടിക്കാൻ നന്നായി കിട്ടുന്നതാണ്. അപ്പോൾ അതിനധികം പൈസ ചിലവൊന്നുമില്ല. അപ്പോൾ നമ്മൾ ആദ്യം ഒരു ഡെമോ നോക്കുകയാണ് എങ്ങനെയുണ്ട് കാണാൻ എന്ന്. അതുകൊണ്ടാണ് ചട്ടി ഒന്ന് തൂക്കി നോക്കുകയാണ്. ഇനി നമുക്ക് പരിപാടി കുറേ ഉണ്ട് കേട്ടോ. പെട്ടെന്ന് എല്ലാവരും വീഡിയോ പെട്ടെന്ന് സ്കിപ്പ് ചെയ്ത് പോകരുത്, പരിപാടി ഇനിയുണ്ട്. അപ്പോൾ ചട്ടി നമ്മളിങ്ങനെയാണ് തൂക്കിയിടാൻ ഉദ്ദേശിക്കുന്നത്. ഇനി ഇതിന് പരിപാടി ഇനിയാണ് കാണുന്നത്. ഈ കമ്പികൾ മൊത്തം ഇനി നമ്മൾ കട്ട് ചെയ്യണം. ഇനി ഓരോ സൈഡിൽ ഹോള് വെച്ച്, കാരണം മറ്റേ മുകളിലുള്ള ചട്ടിയുടെ മുകളിൽ താഴത്തുള്ള ചട്ടി മുട്ടാനും പാടില്ല. അപ്പോൾ അച്ഛൻ്റെ കയ്യിൽ ലെവലും സംഭവങ്ങളും എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ടെൻഷനൊന്നുമില്ല. മൂപ്പര് പെട്ടെന്നൊരു ലെവൽ കൊടുത്തിട്ട് കറക്റ്റ് അളവ് നോക്കാൻ തുടങ്ങി. എന്നിട്ട് വീണ്ടും ഹോള് ചെയ്യാൻ തുടങ്ങിട്ടോ. പിന്നെ കൂടാതെ നിങ്ങളുടെ വീട്ടിനവിടെയൊക്കെ ഇങ്ങനത്തെയൊക്കെ വല്ല മരങ്ങളുണ്ടെങ്കിൽ ഇപ്പോൾ ഈ വീഡിയോ കണ്ടെങ്കിലും നിങ്ങൾ ആരും ഒന്നും കത്തിച്ച് കളയൊന്നും ചെയ്യല്ലേ. ഇങ്ങനത്തെ പല പരിപാടി നമുക്ക് ചെയ്യാൻ പറ്റും. ഇതൊക്കെ ആ ഒരു സ്പോട്ടിൽ വരുന്ന ഒരു പ്ലാനാട്ടോ. അപ്പോൾ അടുത്ത സൈഡ് നമ്മൾ കുഴിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു 3-4 മുകളിലും ഒരു 3 താഴെയും ഒരു 3-4 നമ്മൾ ഇത് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അതൊക്കെ കണ്ടില്ല, ഇതാ ഈ ഹോൾ കണ്ടില്ല. അപ്പോൾ ഇതേപോലെ നമ്മൾ ഇത്ര ഡിസ്റ്റൻസിലാണ് വയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് ഡിസ്റ്റൻസ് മറ്റേ കമ്പിയുമായിട്ട് കുറച്ച് ഡിസ്റ്റൻസിലാണ് ഞങ്ങൾ അടുത്ത ഹോൾ ഉണ്ടാക്കിയത്. ഇതേപോലെ മുകളിലും ഒരു 3-4 ഹോൾ ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി അടുത്തത് വരുന്നത് കമ്പി മുറിക്കുക. അത് കുറച്ച് ഒരു കഷ്ടപ്പാടായിട്ടാണ് എനിക്ക് തോന്നിയിരുന്നത്. അപ്പോൾ കമ്പി കറക്റ്റ് അളവ് എടുത്തിട്ട് വേണം മുറിക്കാൻ. അപ്പോൾ ആ പ്രക്രിയയാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. ഓരോ കമ്പി എടുത്തിട്ടും കറക്റ്റായിട്ട് കട്ട് ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ ഈ ചട്ടി ഹാങ് ചെയ്തിരിക്കുമ്പോൾ ദൂരത്തുനിന്ന് കാണുമ്പോൾ എന്തൊരു വല്ലായ്മ നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ നമ്മൾ കമ്പിയെല്ലാം ചുറ്റും കൊണ്ടൊക്കെ അടിച്ച് ഉറപ്പിക്കുകയാണ്. പിന്നെ ഈ സാധനങ്ങളൊക്കെ നിങ്ങളുടെ വീട്ടിലും ഉണ്ടെങ്കിൽ ഒന്നും കൂടി സുഖമായിരിക്കും. കാരണം നമ്മളെ വീട്ടിലിപ്പോൾ ഡ്രില്ലിംഗ് മെഷീൻ ആണെങ്കിലും ചുറ്റികയാണെങ്കിലും എന്താണെങ്കിലും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാ സൈഡിലും 4 സൈഡിലായിട്ട് നമ്മൾ കമ്പിയൊക്കെ കുത്തിവെച്ച് ഒരു ചട്ടിയും തൂക്കി ഒന്ന് ദൂരത്തുനിന്ന് നോക്കി. ഓക്കെ, കാണാൻ തർക്കടില്ല എന്ന് നമുക്കും തോന്നി. കാരണം ഞാൻ അപ്പോഴും പറഞ്ഞില്ലേ, കമ്പി നമ്മൾ കറക്റ്റായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ പിന്നെ ഒരു മോശം ലുക്കായിരിക്കും നമുക്ക് ഉണ്ടാവുക. പിന്നെ കട്ട് ചെയ്യാൻ
കമ്പി കട്ട് ചെയ്യുന്നതാണ് എനിക്ക് തോന്നിയത് ഏറ്റവും നല്ലൊരു പണി. കാരണം ഓരോ തവണ കമ്പി എടുത്തിട്ട് അത് അളവെടുത്ത് കട്ട് ചെയ്യുക പറഞ്ഞാൽ ഒരു ഭയങ്കര പ്രശ്നം തന്നെയാണ്. അപ്പോൾ നമ്മൾ ആക്സോ ബ്ലേഡ് കൊണ്ട് ആദ്യം അളവിൻ്റെ അവിടെ ഒരു വര വരയ്ക്കും. എന്നിട്ട് നമ്മളിൽ കട്ടറുള്ള കാരണം കൊണ്ട് തന്നെ ഈ പണി നമുക്ക് നല്ല സുഖമായിരുന്നു. ഇപ്പോൾ കട്ടർ ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ നല്ല പണിയാണ് അവർക്ക് കമ്പി മുറിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കട്ടറുള്ള കാരണം കൊണ്ട് നമുക്കിത് പെട്ടെന്ന് ചിലപ്പഴയെന്ന് നമുക്ക് പരിപാടി തീരുന്നുണ്ട്. കണ്ടല്ലോ ബാക്കിൽ ചട്ടി തൂക്കി വെച്ചിട്ടുണ്ട്. ഇനി ബാക്കി പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അത് പതുക്കെ പതുക്കെ ആയിട്ട് നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ അളവെടുത്ത് കറക്റ്റായിട്ട് ആ കമ്പി ഇങ്ങനെ മുറിക്കണം. എന്നിട്ട് അല്ലെങ്കിൽ മുകളിലത്തെ ചട്ടി താഴെ മുട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. എന്തായാലും ഒരു നല്ലൊരു റിസൾട്ടായിരിക്കും നിങ്ങൾ കാണാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ മുകളിലും താഴെയായിട്ട് 7-8 കമ്പികളൊക്കെ നമ്മൾ കുത്തി വെച്ചിട്ടുണ്ട്. ഇതാണപ്പോൾ നമ്മുടെ ഒരു ഇവിടെയാണ് നമ്മളിപ്പോൾ ചട്ടി ഹാങ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അച്ഛന് വേറൊരു ഐഡിയ പിന്നെയാണ് വന്നത്. ഇത് പിറ്റേ ദിവസത്തെ കേട്ടോ, അന്നത്തെ അല്ല, ഓരോ ദിവസവും കഴിയുന്നുണ്ട്. ഈ തേക്കിൻ്റെ മുകളിൽ ഒരു ചെടി ചട്ടി വെച്ചാൽ എങ്ങനെ ഇരിക്കും, ഇതൊക്കെ അപ്പോൾ ഒരു സ്പോട്ടിൽ വരുന്നൊരു പ്ലാനാണ് ഇതും. ഈ നമ്മൾ റബ്ബർ കോട്ടയില്ല, ആ റബ്ബർ കോട്ടയുടെ അടിഭാഗം കേട്ടോ കാണുന്നത്. ആ അടിഭാഗം നമ്മൾ മുകളിൽ വെച്ചിട്ട് അതിന് ചുറ്റും ഒരു 3-4 കമ്പി വെച്ച് അതിൻ്റെ മുകളിൽ ചട്ടി വയ്ക്കാം എന്നാണ് ഞങ്ങളുടെ അടുത്ത പ്ലാൻ. അപ്പോൾ അച്ഛൻ ഡ്രില്ലിംഗ് മെഷീൻ കൊണ്ട് എല്ലാ സൈഡും ഹോള് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ചട്ടി വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കുന്നു കൂടി കാണാം. കുറച്ച് ക്ഷമയുള്ളൊരു പരിപാടിയാണ്, അത് ഞാൻ പറയാം. അപ്പോൾ നമ്മൾ ചട്ടി അങ്ങ് പ്രതീക്ഷിച്ചു മുകളിൽ. ചിലപ്പോൾ നിങ്ങളിൽ പലർക്കും പല തരത്തിലുള്ള ഐഡിയകൾ ഉണ്ടാവും കേട്ടോ. അതെല്ലാം നിങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഞങ്ങൾക്ക് പെട്ടെന്ന് തോന്നിയ ഒരു ഐഡിയ ഇതാണ്. അതാണ് ഞങ്ങൾ ചെയ്ത് വെച്ചിരിക്കുന്നതും. ഇനി നമുക്ക് ഇതിനൊരു പൂർണ്ണ രൂപം കിട്ടണമെങ്കിൽ പെയിൻറ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ നമ്മൾ പെയിൻ്റ് അടി സ്റ്റാർട്ട് ചെയ്തു. പിന്നെ നിങ്ങൾ ചട്ടിയുടെ കളർ നോക്കണം കേട്ടോ. കാരണം പലതരത്തിലുള്ള കളറുകളാണ് ഞങ്ങൾ വെച്ചിട്ടുള്ളത്. കാരണം ഇങ്ങനെ വെച്ചാലാണ് പ്രത്യേക ഒരു ഭംഗി ഉണ്ടാവുക എന്നൊരു ചിന്ത ഞങ്ങൾക്കുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ പലതരത്തിലുള്ള കളറ് ഉള്ള ചട്ടികൾ തൂക്കിയിട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പെയിൻ്റ് അടി കൂടി കഴിഞ്ഞിട്ട് ബാക്കി കാണാം. പിന്നെ നിങ്ങളിൽ സ്പ്രേ പെയിൻറ്റിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതിനേക്കാളും സുഖം കേട്ടോ. ഇത് പിന്നെ നമ്മുടെ അവിടെ ഉണ്ടായിരുന്നൊരു പെയിൻ്റാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളത് യൂസ് ചെയ്തേ ഉള്ളൂ. സ്പ്രേ പെയിൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് പരിപാടി കഴിയും. അപ്പോൾ നിങ്ങൾ അങ്ങനത്തെ സ്പ്രേ പെയിൻറ്റിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ പെയിൻറ്റ് ഒരു സൈഡ് മൊത്തം പെയിൻ്റൊക്കെ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. വേരൊക്കെ ഫുള്ളായി 1 ഇഞ്ച് വിടാതെ പെയിൻ്റ് അടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പെയിൻ്റൊക്കെ അടിച്ചിട്ട് തേക്ക് മരത്തിനെ സുന്ദരിയാക്കിയിട്ടുണ്ട്. കുറച്ച് ചെടിച്ചട്ടികളൊക്കെ നമ്മൾ തൂക്കി വെച്ചിട്ടുണ്ട്. എല്ലാ സൈഡിലും നമ്മൾ ചെടിച്ചട്ടികൾ തൂക്കി വെച്ചിട്ടില്ല കേട്ടോ. അത് ഞങ്ങൾ പതിയെ ചട്ടികൾ അനുസരിച്ചിട്ട് എണ്ണ അനുസരിച്ചിട്ട് ഞങ്ങൾ തൂക്കിയിടുന്നതാണ്. തൊട്ട് താഴെയായിട്ട് കുറച്ച് 10 മണി പൂക്കളൊക്കെ വെച്ചിട്ട് അച്ഛൻ നനയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു. കാരണം ഇതൊരു ഇമ്പോർട്ടൻറ്റ് വീഡിയോ അങ്ങനെ വെച്ചാൽ അങ്ങനെ കാണാം. നിങ്ങളുടെ ഗാർഡനും നിങ്ങളുടെ പരിസരവും നല്ല ഭംഗിയൊക്കെ ആക്കണമെങ്കിൽ ഇങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ സൂപ്പറായിരിക്കും. അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.